പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് കോയിൻ കൂടെ കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫർ ആയിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പള്ളുരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളുരുത്തി. കൊച്ചി നഗരസഭ എറണാകുളം ടൗൺ ഹാളിൽ ടോക്ക് വിത്ത് മേയർ പരിപാടി സംഘടിപ്പിച്ചു. കൊച്ചി നഗരസഭ എറണാകുളം ടൗൺ ഹാളിൽ നടത്തിയ ടോക്ക് വിത്ത് മേയർ പരിപാടിയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഫോർട്ട് കൊച്ചി യൂണിറ്റ് നൽകിയ നിവേദനത്തിന് ഉടനടി പരിഹാരമെന്ന് മേയർ. കോർപ്പറേഷന്റെ കീഴിലുള്ള പടിഞ്ഞാറൻ കൊച്ചിയിലെ 4 ലൈബ്രറികൾക്ക് പുതിയ പുസ്തകങ്ങൾ വാങ്ങാൻ അടിയന്തരമായി ഫണ്ട് അനുവദിക്കണം. ഈ ലൈബ്രറികളിൽ സ്ഥിരം ലൈബ്രറിയന്മാരെ നിയമിക്കണം. പള്ളുരുത്തി ലൈബ്രറിയിലെ റീഡിംഗ് റൂം കൈയടക്കി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ സർവേയുടെ ഓഫീസ് ഉടനടി അവിടെ നിന്ന് മാറ്റി ലൈബ്രറിക്ക് പ്രവർത്തിക്കുവാൻ സൗകര്യമൊരുക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഫോർട്ട് കൊച്ചി യൂണിറ്റ് ഭാരവാഹികൾ മേയർക്ക് നിവേദനം നൽകി. നമുക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമുക്കത് എത്തിച്ചേർക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ കൊച്ചി നിവാസികളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മളൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള പ്രയത്നമാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. നിരവധിയായ പ്രശ്നങ്ങൾ അത് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 450 മേൽ PMAയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണക്കാരുടെ ഒരു ഭവന പദ്ധതിയായ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് PMAY പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പരിഹരിക്കപ്പെടാതെ നിൽക്കുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ ഞാൻ വന്ന് ഈ അദാലത്തുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത് 2009 മുതൽ ഞാൻ കയറി ഇറങ്ങുകയാണ് എന്നാണ്. പരാതികൾ പരിഹരിക്കപ്പെടാത്തതായിട്ടുണ്ട്. അത് പലതും ചിലപ്പോൾ കോടതി നടപടികളിലൂടെ പോകുന്നതായിരിക്കാം. ചിലത് നമ്മുടെ നോട്ടക്കുറവ് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ടുള്ള ഇടപെടലുകളുടെ പ്രശ്നം കൊണ്ടോ തീരാതെ കിടക്കുന്ന അങ്ങനെയുള്ള നിരവധി പരാതികൾ ഉണ്ടാവാം. നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ ജനാധിപത്യ പോലെ സർക്കാരുകൾ ഏതായാലും നിയമം ഉണ്ടാക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനിക്കാൻ നമ്മുടെ ഉദ്യോഗസ്ഥരാരായാലും ഉദ്യോഗസ്ഥതലത്തിൽ അതിനൊരു പോസിറ്റീവായിട്ട് ഒരു പ്രവർത്തനം അല്ലെങ്കിൽ നമ്മുടെ ഒരു വളയത്തിനകത്ത് നിന്നുകൊണ്ട് പോസിറ്റീവായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും പൊതുജനങ്ങൾക്ക് സേവനം കിട്ടാനുള്ള ഒരു മനോഭാവം നമ്മുടെ ഉദ്യോഗസ്ഥതലത്തിലുണ്ടെങ്കിൽ പോലും കൊച്ചിൻ കോർപ്പറേഷൻ സംഘടിപ്പിച്ച ടോക്ക് വിത്ത് മേയർ എന്ന പരിപാടിയിലാണ് ഭാരവാഹികൾ വിഷയം അവതരിപ്പിച്ച് നിവേദനം സമർപ്പിച്ചത്. കഴിഞ്ഞ 8 വർഷത്തിലേറെയായി ഈ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങാൻ 1 രൂപ പോലും കോർപ്പറേഷൻ അനുവദിച്ചിട്ടില്ല. മലയാളത്തിൽ ദിനം പ്രതി എന്നോളം നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും വർഷങ്ങളായി ഒരു പുതിയ പുസ്തകം പോലും ഈ ലൈബ്രറികളിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വായനക്കാർ തീരെ ഇല്ലാതെയായിരിക്കുകയാണ്. ഇവിടങ്ങളിൽ അംഗത്വം എടുത്തിട്ടുള്ളവരിൽ 3-4 പേർ മാത്രമാണ് പുസ്തകം എടുക്കാൻ വല്ലപ്പോഴും ലൈബ്രറിയിലേക്ക് കടന്നു വരുന്നത്. സ്ഥിരം ലൈബ്രറിയന്മാർ ഇല്ല എന്നതും ഇവയുടെ പ്രവർത്തനങ്ങൾ താറുമാറാകാൻ മറ്റൊരു കാരണമാണ്. ഫോർട്ട് കൊച്ചി KJ ഹർഷൽ മെമ്മോറിയൽ ലൈബ്രറിയിൽ മാത്രമാണ് ഇപ്പോൾ സ്ഥിരം ലൈബ്രറിയൻ ഉള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.